ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ തന്നെ ഇരിക്കണം, പേര് ഒരു മാറ്റമില്ല. കൊടിയേരി ബാലകൃഷ്ണൻ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ജേണി രശ്മി. നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് വാക്സ് മ്യൂസിയത്തിലാണ്, സുനിൽസ് വാക്സ് മ്യൂസിയത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇനി കാഴ്ചകളുടെ പൊടിപ്പൂരമാണ്, കണ്ടോളൂ. അണ്ണാ ഹസാരെ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കാണുന്നത്. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, ചെരുപ്പൊക്കെ ഇട്ട്. എന്തല്ലേ വാക്സ് ആണെന്ന് പറയാൻ പറ്റുമല്ലോ. നെഹ്റുവിൻ്റെ കൂടെ ഫോട്ടോ. ഇദ്ദേഹമാണ് അഭിനന്ദൻ വർദ്ധമാൻ, ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റ് ആൻഡ് കമാൻഡറൊക്കെയാണ്. പാകിസ്ഥാനിൽ ചെന്ന് നമ്മളവിടെ അവിടെ നിന്ന് റിലീഫ്. കണ്ണിനൊക്കെ ഭയങ്കര തിളക്കം, ഒറിജിനൽ പോലെ. നല്ല ഷൈനിങ്. ആ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ നാച്ചുറലായിട്ടാണ് തോന്നണം ശരിക്കും. നോക്കി അല്ലേ, പ്യൂർ നമ്മളുടെ കണ്ണിൽ ലൈറ്റ് അടിച്ചിട്ട് അവിടെ കിട്ടുന്നുണ്ട്. വാവ്, എന്താല്ലേ. ഇവിടെ കിടക്കുന്ന ആരാന്നറിയാമോ? ഷിർദി സായിബാബ എന്നറിയപ്പെടുന്ന ഒരു സദ്ഗുരു, സന്യാസി, ഫക്കീർ എന്നൊക്കെയാണ് നമുക്കിടയിലൊക്കെ അറിയപ്പെടുന്നത്. അതായത് മുസ്ലിം മതവും ഇസ്ലാം മതവും ഹിന്ദു മതവും ഒരേപോലെ കൊണ്ടുവരുന്നു. ഇദ്ദേഹം ഏത് മതത്തിലാണ് വിശ്വസിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വൺ ഗോഡ് ഗവേൺസ് ഓൾ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മന്ത്രം. പ്രകാശ് രാജ് സൗത്ത് ഇന്ത്യൻ ഫിലിം ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, പിന്നെന്താ ടെലിവിഷൻ പ്രസൻറ്റർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തി. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഫേസ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ആളുടെ ഉണ്ടല്ലോ. നോക്കി, രാജീവ് ഗാന്ധി ഹാൻസം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, നമ്മുടെ ഏറ്റവും നല്ല ഹാൻഡ്സ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധി അത്ര ഫേസ് അത്ര പെർഫെക്റ്റ് അല്ല എനിക്ക് തോന്നി. ഫേസ് നമ്മൾ ഫിൽറ്റർ ഇട്ട് കാണുന്ന പോലെ സൂപ്പറായി. ഉമ്മൻചാണ്ടിയുടെ ഫേസ്, രാജീവ് ഗാന്ധി കുറച്ചൊരു ചേഞ്ച് ഉണ്ട്, ഫിൽറ്റർ ഇട്ട് കാണുന്ന പോലെ നാച്ചുറാലിറ്റി മാറി. എന്തോ ഉമ്മൻചാണ്ടി കറക്റ്റാണ്. ഈവൺ ആ പല്ലിന്റെ ഡീറ്റെയിൽ നോക്കിയേ, ഇതുവരെ വരെ അത്ര മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയടാ, അങ്ങനെയാണ് അത് ഒറിജിനൽ. അത് ഇത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്, ഹെയറും എല്ലാം. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വന്തമാണെന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ വസ്ത്രമാണ് ഇവരിത് ധരിപ്പിച്ചിട്ടുള്ളത്. ഫോട്ടോ എടുത്തേ. ഈ കഴിഞ്ഞ 4 നാൾ മുൻപ് ഏപ്രിൽ 21 നമ്മളെ വിട്ടുപോയ ഫ്രാൻസിസ് പാപ്പയുടെ കൂടെ ഫോട്ടോ എടുക്കാനും അനുഗ്രഹം വാങ്ങുന്ന പോലെ നിൽക്കാനൊക്കെ ഒരു ഭാഗ്യമുണ്ടായി. വളരെ ഒറിജിനലായിട്ടുള്ള ഫേസാണ് കേട്ടോ തോന്നുന്നത്. ഞാനൊക്കെ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ളൂ, പക്ഷേ അത്രയ്ക്കും ഒറിജിനാലിറ്റി ആയിട്ടുള്ളൊരു ഫേസാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു സ്റ്റാച്ചു ആട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റാച്ചു ആണെന്നൊന്നും പറയാൻ പറ്റില്ല, ഒറിജിനൽ തന്നെ. പിന്നെ ഇത് അതിലും വെല്ലുന്ന ഒരു ഒറിജിനാലിറ്റീനെ വെല്ലുന്ന രീതിയിൽ ഇത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. മന്നത്ത് ശ്രീ പത്മനാഭൻ. മെയിൻ്റനൻസ് കൊടുക്കണോ അപ്പൊ ഇതിനൊക്കെ? ഡസ്റ്റ് നോക്കാൻ മതി അല്ലേ? ഈ ഹെയർ ഒക്കെ വേറെ ഫിക്സ് ചെയ്യണതല്ലോ. ഹ്യൂമൻ ഹെയർ ആണ് ഇത്.
അത് ശരി. ആണോ? ഞാൻ വിചാരിച്ചത് ഫൈബർ ആണെന്നടാ. അപ്പൊ ഈ ഹെയർ ഒക്കെ അങ്ങനെ തന്നെ ഒറിജിനൽ ഹ്യൂമന്റെ ഹെയർ തന്നെയാണ്. ആ താടിക്കാണെങ്കിൽ താടിയുടെ ഹെയർ തന്നെ ആയിരിക്കും കൊടുത്ത് ചെയ്യണെന്ന്. ഞാൻ വിചാരിച്ചത് മറ്റേ ഫൈബർ ഉണ്ടല്ലോ ഈ നമ്മുടെ ബാർബിക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ തോന്നി. അതാണെന്ന് വിചാരിച്ച. അത് ശരി. എന്നിട്ട് ഈ ഹെയർ നമ്മളിങ്ങനെ വാക്സിൽ തന്നെ ഫിക്സ് ചെയ്യണ പോലെ തന്നെ ചെയ്യണത്, നമ്മുടെ ദേഹത്ത് ഫിക്സ് ആയിരിക്കും ഇരിക്കണ പോലെ വാക്സിൽ അത് ഫിക്സ് ആക്കും അല്ലേ? അതെ അല്ലേ? അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ എത്ര ടൈം കൺസ്യൂമിങ് ആയിരിക്കില്ലേ? മൈ ഗോഡ്. ശ്രീ ശ്രീ രവിശങ്കർ, ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷന്റെ സ്ഥാപകൻ. ഇതൊക്കെ അവരുടെ ഒറിജിനൽ ഹൈറ്റും വെയിറ്റും അതൊക്കെ ആ ഒരു മെഷർമെന്റിൽ തന്നെ അവരുടേതായ ഹൈറ്റ് ആയിരിക്കും അല്ലേ? അതുപോലെ ബോഡിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു അളവൊക്കെ ഇങ്ങനെയല്ലേ രണ്ടെണ്ണം ഇതേപോലെയാണ് ഒരു ചെയ്യാൻ വേണ്ടി മെഷർമെന്റ് എടുക്കണം. വെങ്കടേഷ് അല്ലേ? ഇത് വെങ്കടേഷ് അറിയോ? ഇത് നമ്മുടെ രാജാവല്ലേ? അവസാനത്തെ രാജാവ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രാജാവിന് ഇതേ ഫേസ് തന്നെയാണെന്ന് എനിക്ക് തോന്നണത്. ഇല്ലേ? നല്ല സിമിലാരിറ്റി ഇല്ലേ? ഞാൻ എപ്പോഴും ഓർക്കും ഈ ഫേസ് ഉണ്ട്, ഉണ്ട്, റിയലി ഉണ്ട്. രവീന്ദ്രനാഥ ടാഗോർ. നീ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ, നേരിൽ കാണുന്ന പോലെ കാണാം. ദാദാ സാഹിബാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി സിംഗിൾസിൽ മെഡൽ നേടിയ താരമാണ് കേട്ടോ ഇത് ജസ്റ്റിസ് KR കൃഷ്ണയ്യർ. അത് ശരി, പുള്ളിയുടെ ടേബിൾ തന്നെയാണിത്. അത് ശരി, കൃഷ്ണയ്യരുടെ ജസ്റ്റിസിന്റെ ടേബിൾ തന്നെ അവരെടുത്തേക്കുന്നത്. ഡസ്റ്റ് വീണിട്ടുണ്ട്, ഡ്രസ് വാഷ് ചെയ്ത് പിന്നെ ഡ്രൈ ചെയ്ത്. അതെല്ലേ? ഓ അത് ശരി. അതല്ലേ? ബാഹുബലി നായക രൂപത്തിൽ ഒറിജിനൽ അല്ലേ? കറക്റ്റ് നമ്മൾ സിനിമയിൽ കണ്ട അതേപോലെ. പിന്നെ എനിക്ക് ഇതിൽ കാണുമ്പോൾ കുറച്ചുകൂടി വെളുത്തിരിക്കണ പോലെ തോന്നുന്നുണ്ട്. അതിലെ ഒരു മീഡിയം കളറായിട്ടല്ലേ നമ്മൾക്ക് ഫിലിമിൽ കണ്ടത്, ഇതിൽ കുറച്ച് ഫെയർ ആയിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നതായിരിക്കും. ഹെയർ നോക്കിയതാ ഞാൻ. ഇതുണ്ട് ഈ താടിയുടെ അടിയിലേക്കുള്ള ഹെയർ, ഇവിടേക്കുള്ള ഹെയർ വന്നേക്കുന്നുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ട് ഞാനൊന്നും പറയണില്ല. വൈസ് പ്രസിഡന്റ് ഓഫ് UAE മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തം. മറഡോണ. സൽമാൻ ഖാൻ ഭയങ്കര ഒറിജിനാലിറ്റി അല്ലേ? സൽമാൻ ഭയങ്കര ഒറിജിനാലിറ്റി അല്ലേ? ചിരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ നല്ലൊരു ജീവനുള്ള പോലെ ഉണ്ട് അല്ലേ? കരീന. ഇത് നമ്മുടെ ബാഹുബലി സിനിമയിലെ വില്ലനില്ലേ, ആ ആളാണ് കേട്ടോ. ഈ ഡ്രസ്സിൽ കണ്ടിട്ട് ഒട്ടും മനസ്സിലാവണില്ല. പക്ഷെ ഇങ്ങനെ കാണാനാ ഭംഗി, അതില് അത്രക്ക് ഭംഗിയല്ല. ഓ ഇതാണല്ലേ ആള്, ചെയ്ത ആള് ഇതാണ്. സ്കൾപ്ചർ മാനേജിംഗ് ഡയറക്ടർ, സ്കൾപ്ചർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ. ഇതാണ്
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള്. ജയൻ സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. അറിയാമോ നിനക്കൊക്കെ? ജയൻ അറിയോ? ഇപ്പൊ ജയന്റെ പടം ഇവിടെ തിരുവനന്തപുരത്ത് കളിക്കുന്നുണ്ടോ? ശരവഞ്ചരം. പണ്ടത്തെ ഹീറോയാണ് മലയാളത്തിന്റെ. ബെൽസ് ബാൻഡ് പണ്ടത്തെ ഹീറോയാണ്. നേവിക്കാരനായിരുന്നെന്ന് പറയണ പുള്ളി. പണ്ടത്തെ ഏറ്റവും സൂപ്പർ ഹീറോ. നമ്മുടെ മോഹൻലാലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ അതാണ്. ഇതാ നമ്മുടെ തമിഴ്നാട് മക്കളുടെ സ്വന്തം രജനീകാന്ത്. നമ്മളുടെ നോസ് കറക്റ്റാ. അതെ, എനിക്ക് വന്ന കവള എന്തൊരു ചെറിയൊരു തട്ടല്ലേട്ട കാലിൽ തട്ടല്ലേട്ട. രജനീകാന്തിന്റെ കാലിൽ ആരൊക്കെയോ തട്ടിയിട്ടുണ്ട്. ഷൂ കൊണ്ട് നോക്കി. എന്തൊരു ഒറിജിനാലിറ്റി നോക്കി. ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ തന്നെ ഇരിക്കണം. സെയിം, ഒരു മാറ്റമില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ ഒരു മാറ്റമില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, നെറ്റിയില് വേർത്തിരിക്കണ പോലെ അങ്ങനെ ഇരിക്കണം. നോക്കിയേ, കറക്റ്റ് മാറ്റമില്ലാണ്ട് ജീവനോടെ നിൽക്കണ പോലെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ജയലളിതയും നന്നായിട്ടുണ്ട്. പ്രായമായപ്പോഴേ നമ്മുടെ തമിഴ്നാടിന്റെ മന്ത്രി, തമിഴ്നാട്ടിന്റെ ചെന്നൈയിലെ തമിഴ്നാട് മന്ത്രി MGR. മോദിജിന്റെ രണ്ടാമത്. ഇപ്പോഴത്തെ മോദിജി അല്ല ഇത്, ഇത്തിരി യങ്ങാണ്. അബ്ദുൽ കലാം. All brave, but eagle avoids rain by flying above the clouds. Problems are common, but attitude makes the difference. ഈഗിള് ക്ലൗഡ്സ്, മഴയ്ക്ക് മേലെ പറക്കും, മഴ കൊള്ളാതിരിക്കുക എന്നാ പറയുന്നത്. Don't fear for facing failure in the first attempt, because even the successful maths zero. ഫെയിലിയർ ഉണ്ടാവുമ്പോ നിങ്ങൾ ഹാപ്പി ആവണമെന്ന് പറഞ്ഞു. നമ്മള് ഫെയിലിയർ ആവണേ, നമ്മള് ഫെയിലിയർ ആവണ എന്തിനാ? നമ്മൾ ട്രയല് നടത്തിയിട്ടാ ഫെയിൽ ആവണത്. വെറുതെ ഇരുന്ന ഫെയിൽ ആവും. ഫെയിൽ ആകുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നാണ് അതിന്റെ മീനിങ്. അത് ഈ മേക്കപ്പ് നല്ല ഭംഗിയുണ്ടല്ലേ. HD മേക്കപ്പിന്റെ ലുക്ക് ഉണ്ട് മുഖത്ത്. ജയൻ ഇത്രക്ക് ഭംഗിയുണ്ടെന്ന് ഞാൻ കാണണം ഇപ്പോഴാട്ടാ. അടുത്ത് വന്നപ്പോൾ ഭയങ്കര ഭംഗി. തിരുവനന്തപുരം സെൻട്രൽ തന്നെയുള്ള ഈ വാക്സ് മ്യൂസിയത്തിലെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. 40ഓളം മെഴുക് പ്രതിമകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വാക്സ് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഇവരോടൊപ്പം നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാനുള്ള അനുമതി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ബൈ.